കീഴടങ്ങില്ല എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുകയാണ് അയത്തുള്ള ഖമേനി എന്നുള്ളതാണ് ഇവിടുത്തെ സാഹചര്യം. അതാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുകയാണ് ഇസ്രയേലിനെയും US-നെയും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ടെഹ്റാന്റെയും ടെലവീവിന്റെ ആകാശത്തൊക്കെ മിസൈൽ മഴയാണ്. നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു. വളരെ അശാന്തമായ സാഹചര്യം. അവിടെയുള്ള ഇന്ത്യൻ വംശജരെ സംബന്ധിച്ച്, ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് നമുക്കും വലിയ ആശങ്കയുണ്ട്. രക്ഷാദൗത്യമൊക്കെയും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ എംബസി ഇസ്രായേലിലെയും ഇറാനിലെയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനങ്ങൾ, ഈ ദൗത്യം അത് ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, മറ്റ് ലോകരാജ്യങ്ങളെല്ലാം ഇത്തരത്തിൽ അവരുടെ പൗരന്മാരോട് സ്വന്തം നിലയ്ക്കോ അല്ലാതെ തന്നെയോ മാറാൻ, ആ സ്ഥലങ്ങൾ വിട്ടുപോകാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടല്ലോ. ആര്യ, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. ഇന്ത്യൻ എംബസി ഏറ്റവും വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടം അടക്കം, അത് ഇറാൻ ഭരണകൂടം അടക്കം നൽകുന്ന പ്രോട്ടോകോൾ പാലിക്കണമെന്നുള്ളതാണ്. അർമേനിയയിലേക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഒരു സംഘം നേരത്തെ തന്നെ എത്തിയിരുന്നു. 5ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സാരമായിട്ടുള്ള പരിക്ക് അല്ല. ഇന്ത്യൻ എംബസികളും ഏതെങ്കിലും തരത്തിൽ ആ രാജ്യങ്ങളെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനും സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിക്കുന്നതും ഇതുവരെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ആ തരത്തിലുള്ള ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആശങ്കയോ പൊതുവെ പ്രകടമാക്കുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെയുള്ള ഒരു ആശങ്ക ഇന്ത്യക്കും വേണ്ട എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ്, ദുബായ്, ഷാർജ വ്യോമപാതയൊക്കെ അടച്ചതായിട്ടുള്ള വാർത്തകളൊക്കെ ഇടയിൽ വന്നിരുന്നു. പക്ഷേ അതൊക്കെ പരിഹരിക്കപ്പെടുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഇവരെ മാറ്റുന്നതിന് അല്ലെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യിക്കുന്നതിന് ആ തരത്തിലുള്ള വിഷയങ്ങളില്ല എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ വിഷയം എന്ന് പറയുന്നത് ഇറാൻ ജനത, ടെഹ്റാൻ വിട്ടുപോകുന്ന ഇറാൻ ജനതയ്ക്ക് ഏത് തരത്തിലാണ് മറ്റ് രാജ്യങ്ങൾ അഭയം കൊടുക്കുക എന്നുള്ളൊരു വലിയ വിഷയമാണ്. അർമേനിയ, ഈജിപ്ത് പോലുള്ള ഭാഗങ്ങളിലേക്കാണ് ഈ പലരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ അതിർത്തി അടച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ വിഷയം നേരിട്ട് വരുന്നത് ഇറാൻ ജനതയ്ക്കാണ്. 225, അത് ഔദ്യോഗിക കണക്കാണ്. അത്രയും ഇറാനിലെ സാധാരണ ജനങ്ങൾ, 90% സാധാരണക്കാരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലുമുണ്ട്. ഇസ്രായേൽ 30-അടുത്ത്, 25 മുതൽ 30 വരെയുള്ള കണക്കുകൾ പുറത്തേക്ക് വരുന്നു. ഇതെല്ലാം ഔദ്യോഗിക കണക്കുകളാണ്. നേരിട്ട് ഒരു പക്ഷേ അതിൽ കൂടുതൽ ഹ്യൂമൻ ടോൾ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നേറ്റീവ്സിന്, തദ്ദേശവാസികൾക്ക് ഉണ്ടാകുന്ന മരണനിരക്കാണ് പ്രത്യേകമായി എടുത്തു പറയുന്നത്. മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തും. അതിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല എന്ന് ഇസ്രായേൽ ഭരണകൂടവും ഇറാൻ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ഇപ്പോൾ ഇന്ത്യൻ എംബസി ആണെങ്കിൽ ഇറാനടക്കം ഇന്ത്യൻ എംബസി ഒക്കെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. വിദ്യാർത്ഥികൾക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നു, പ്രോട്ടോകോൾ നൽകുന്നു. ഇവരെ സുരക്ഷിത സ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട നടപടികളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ, അതിപ്പോൾ അമേരിക്കൻ പൗരന്മാർക്ക് പോലും ഈ തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു ആശങ്കയുടെ സാഹചര്യമില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് വരുന്നത്. പക്ഷെ വിഷയം ഈ ഇറാനിലെയും ഇസ്രായേലിലെയും ഈ രണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ, ഈ രണ്ട് രാജ്യങ്ങളിലെ സാധാരണക്കാർ, പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനിക ഉദ്യോഗസ്ഥർക്ക് നേരെയെല്ലാം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ജനവാസ മേഖലകളിലും ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്, മിസൈൽ ആക്രമണം നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളമാണ് ഈ ഹ്യൂമൻ ടോൾ പുറത്തേക്ക് വരുന്നത് വലിയ ചോദ്യമാണ്. ഈ രണ്ട് വിവരങ്ങൾ നിയന്ത്രിക്കുന്നത് ഇറാനിൽ പരിപൂർണമായിട്ടും ഇറാൻ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള മാധ്യമങ്ങളാണ്. അത് തന്നെയാണ് ഇസ്രായേലിൽ നടക്കുന്നത്. അതുകൊണ്ട് അൽ ജസീറ അടക്കമുള്ള ലോക മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഹ്യൂമൻ ടോൾ കണക്ക് ഇതിനകത്ത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഈ സംഘർഷത്തിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്നത് ഇറാനിൽ നടക്കുന്നത് ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ ഒരു തുടക്കം കൂടിയുണ്ട്. ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് അത്തരമൊരു റെജീം ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ആഭ്യന്തര കലാപം നേരത്തെ തന്നെ അയത്തുള്ള ഖമേനി ഭരണകൂടം മാറണമെന്നുള്ള ആവശ്യം പലതരത്തിലൊക്കെ ഉയർന്നു വന്നതുണ്ട്. ഈ പ്രതിഷേധക്കാർക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു നീക്കം ഇവിടെ നടക്കുന്നു. അതുതന്നെയാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ആണവ പരിപാടി എതിർക്കുന്നതിനൊപ്പം തന്നെ ആ തരത്തിലുള്ള ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മൊസാദിൻ്റെ വലിയ വല, ഇറാന് ചുറ്റും, ഇറാനെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പിടിമുറുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മൊസാദിൻ്റെ വല ഈ വിഷയത്തിനകത്തും കൃത്യമായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു പ്രതിഷേധകാരികൾക്ക് എന്നുള്ളതുണ്ട്. ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാൻ നീങ്ങുകയാണെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കും ഹ്യൂമൻ ടോൾ വരിക. ആ ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ ഇറാൻ കുമ്പിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഒരു പക്ഷേ വരും മണിക്കൂറുകളിലാണ് അതറിയാൻ കഴിയുക. പക്ഷേ ആ സമയത്തും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ അവകാശപ്പെടുന്നത് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട മിസൈലുകൾ, പ്രധാനപ്പെട്ട
മിസൈലുകളെല്ലാം തകർക്കാൻ കഴിഞ്ഞു എന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോഴും ആയത്തുള്ള അലി ഖൊമേനിയുടെ സ്ഥിതി എന്താണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ഇൻ ചീഫ്, മിസൈൽ പ്രോഗ്രാമിന്റെ മേധാവി, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മേധാവി, ദേശീയ പ്രതിരോധ കോർഡിനേറ്റർ, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട IRGCയുടെ നേതൃത്വ നിര തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇറാൻ ഏത് തരത്തിലാണ് ദുർബലമാകുന്നത് എന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തിരിച്ചടികൾ നേരിടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും സിറിയയിലും ഇറാഖിലുമൊക്കെ ഇറാന്റെ സ്വാധീനം ദുർബലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. സിറിയയിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന മിലീഷ്യകൾക്കെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന ഹഷ് അൽ അഷബി ഗ്രൂപ്പുകൾക്ക് US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണങ്ങളിൽ വലിയ നാശനഷ്ടമാണ് വന്നിരിക്കുന്നത്. യമനിലെ ഹൂതികൾക്ക് വലിയ തിരിച്ചടിയുണ്ടായി. അതും ഇസ്രയേലും അമേരിക്കയും ഒരുമിച്ച് നടത്തിയ ആക്രമണങ്ങളിൽ ആയുധവിതരണവും ഫണ്ടിങ്ങും തടസ്സപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് ഇറാൻ തിരിച്ചടി നേടുന്നത് ഇറാനിനകത്തു മാത്രമല്ല, ഇറാന് പിന്തുണ നൽകിയിരുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആ പ്രോക്സികൾക്ക് കൂടി വലിയ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഈ സമയത്ത് വരുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ അമേരിക്ക വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് കൂടി എടുത്ത് യുദ്ധരംഗത്തേക്ക് ഇറങ്ങുകയാണ് എന്നൊരു പ്രഖ്യാപനം കൂടി വരികയാണെങ്കിൽ അത് ലോകത്തിന് ഉറ്റുനോക്കേണ്ട ഒരു നിർണായക നിമിഷത്തിലേക്ക് കടക്കും. ആര്യ, തീർച്ചയായും അപർണ കുറുപ്പാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്ക കൂടി ഒരു യുദ്ധപ്രഖ്യാപനവുമായി, ഇസ്രായേലിന് പരസ്യ പിന്തുണയുമായി രംഗത്തേക്ക് ഇറങ്ങിയാൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകും എന്നുള്ളതാണ് അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ. നേരത്തെ ഒരു ആണവ കരാറിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഒരു ഭരണമാറ്റം, ഈ രണ്ട് സമ്മർദ്ദങ്ങളാണ് ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഈ സമ്മർദ്ദങ്ങൾക്കൊക്കെ ഇറാൻ വഴങ്ങിക്കൊടുക്കുമോ എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും പറയാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട് ഇറാനിൽ എന്നതിനപ്പുറം അവിടെ ഒരു ആഭ്യന്തര കലാപം എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെക്കുറിച്ചുള്ള നീക്കങ്ങളും, തന്ത്രപ്രധാനമായ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അത് കൂടുതൽ മാനവരാശിക്ക് വെല്ലുവിളിയായി തീരും എന്നുള്ളതാണ്. അവിടെ കൂടുതൽ പേർ മരിച്ചു വീഴും എന്നുള്ളതാണ് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉളവാക്കുന്ന കാര്യം എന്നുള്ളതാണ്. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ധാരണ. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണ. ഇരു രാജ്യങ്ങളും പുതിയ ഹൈ കമ്മീഷണർമാരെ നിയമിക്കും. വ്യാപാരം, ഊർജം മേഖലയിൽ അടക്കം സഹകരണത്തിനും ധാരണയായി. VR കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഗുഡ് മോർണിംഗ്. 2 വർഷത്തിലധികമായി നീണ്ടു നിന്ന ഒരു അസ്വാരസ്യങ്ങളാണ്, അതിനൊക്കെ തിരശീല വീഴുകയാണ്. സഹകരണത്തിനും സമവായത്തിനുമുള്ള നീക്കത്തിലേക്ക് ഇന്ത്യയും കാനഡയും നേരത്തെ തന്നെ കടന്നിരുന്നു. ഇപ്പോൾ അതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം, ഔദ്യോഗിക ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായും ഗുഡ് മോർണിംഗ്.